നമ്മൾ ബീഫ് കറി വെക്കാനായിട്ട് പോവുകയാണ്. അത് നമ്മൾ ചേർക്കുന്നത് എന്താ, സവോളയുണ്ട്, തേങ്ങ കൊത്തിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, പിന്നെ കല്ലുപ്പ്. ഇത് കപ്പലണ്ടി, ഇത് മുന്തിരി, തക്കാളി അരിഞ്ഞത്, സവോള, 2-3 ഏലക്ക, പിന്നെ ബീഫ്, പച്ചക്കുരുമുളക്, കരിവേപ്പില, ഇത് മല്ലിയില അരിഞ്ഞത്, പച്ചമുളക്. നമ്മുടെ അടിപൊളി ബീഫ് കറിക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. കപ്പലണ്ടി, ഇത് പച്ചമുളക്, ഇത് സവോള, ഇത് തക്കാളി, മുന്തിരി, പച്ചക്കുരുമുളകാണ്. ഇതിനകത്ത് പച്ചക്കുരുമുളകാണ്. ഇത് മല്ലിയില. അടുത്തത് മല്ലിയില ഇടുക. അടിപൊളി ബീഫ് കറി കേട്ടോ, സൂപ്പർ ബീഫ് കറി. ഇനി അടുത്ത് നമ്മൾ കരിയാപ്പില ഇടുക. ഇനി നമ്മൾ കല്ലുപ്പിട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇട്ടിട്ട് അത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്നിപ്പിച്ചപ്പോൾ അരപ്പ് നല്ലത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യും. നല്ല ചൂടുവെള്ളമാണിത്. സ്നേഹമുള്ളവരെ, നമ്മൾ ബീഫ് കറി വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അടിപൊളി ബീഫ് കറിയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ചട്ടി തീ വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ടത്, കല്ലുപ്പ്, അതിനുശേഷം കരിവേപ്പില, മല്ലിയില, സവോള, തക്കാളി, പിന്നെ പച്ചക്കുരുമുളക്, ഒരു 4 പച്ചമുളക്, ഇതുപോലെ പച്ചമുളക്, കരിവേപ്പില ഇട്ട് ഇളക്കുക. അതിനുശേഷം മീറ്റ് മസാല, മുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, മല്ലിപ്പൊടി ഇത്രയിട്ട് ഇളക്കി അരപ്പ് മൂത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ ചാറാക്കുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പം നമ്മളടുത്ത് മീറ്റിടുക. ഇങ്ങനെ മൊത്തത്തിൽ മസാല എല്ലാം കൂടെ തിളച്ച് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ബീഫ് ഇങ്ങനെ കഴുകി വെച്ച ബീഫ് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഇങ്ങോട്ടിടും. അങ്ങനെ ബീഫ് ഇടുക. ബീഫിട്ട് നല്ലപോലെ ഇളക്കുക. ഇതാണ് അടിപൊളി ബീഫ് കറിയാണ്. 5 സ്റ്റാർ കറിയാണിത്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. കറി കൊള്ളാമെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ടും അടുത്ത മീൻകറിയായിട്ട് വരുന്നതാണ്. ഓക്കെ, കണ്ടോ.
ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് ബീഫുണ്ട്, തക്കാളിയുണ്ട്, തേങ്ങ കൊത്തിയിട്ടിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ബീഫ് കഴുകി വെക്കുക. ചീനിച്ചിട്ട് തീയ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുക. കടുക് പൊട്ടുന്ന സമയം തന്നെ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുക, ഇഞ്ചി ഇടുക, അതിനുശേഷം സവോള അരിഞ്ഞിടുക, അതിനുശേഷം തക്കാളി, അതിനുശേഷം ഒരു ചെറുനാരങ്ങ മുറിച്ചിടുക. ഒരു ചെറുനാരങ്ങ അത് തൊലിയോടിടണം. പിന്നെ ഏലക്ക, അതിനുശേഷം കുരുമുളക് ഉണക്കുകയോ പച്ചയിടുക, പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, പിന്നെ നമുക്കിടേണ്ടത് കപ്പലണ്ടി പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി. ഇത്രയിട്ട് ഇളക്കിയതിന് ശേഷം അത് പാകമാകുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, കല്ലുപ്പ്, കണ്ടോ കപ്പലണ്ടി കണ്ടോ, കല്ലുപ്പ്. ഇത്രയിട്ട് ഇളക്കി നമ്മൾ എന്ത് ചെയ്യണം, പൊടിയുപ്പ് ഉപയോഗിച്ചാൽ കറക്റ്റ് ടേസ്റ്റ് പോകും. കല്ലുപ്പ് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ചാറാക്കിയതിന് ശേഷം ബീഫ് ഇടുക. ബീഫ് ഇട്ട ശേഷം ഇതുപോലെ തിളച്ചാൻ തുടങ്ങും. ഈ കറിയുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി കറിയാണ്. ഓക്കെ, നിങ്ങൾ പരീക്ഷിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ബീഫ് കറിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം വിറകടുപ്പിലാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, കരിവേപ്പിലയുണ്ട്, മറ്റിയിലയുണ്ട്, കുരുമുളകുണ്ട്, സവോളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കപ്പലണ്ടിയുണ്ട്, മുന്തിരിയുണ്ട്, നല്ല തേങ്ങാക്കൊത്തുണ്ട്. കണ്ടോ, തേങ്ങാക്കൊത്തുണ്ട്, കണ്ടോ പച്ചമുളക്. നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഭംഗിയായ രീതിയിൽ കറി വെക്കണം. സവോളയുണ്ട്, നല്ല കറികൾ വെക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അത് നല്ല കറികളായി വെക്കണം. ഈ കറി കൂട്ടുന്നവർ എത്ര രൂപ മുടക്കിയാലും അവരിതുപോലെ കറി വെച്ച് കൂട്ടാൻ താല്പര്യപ്പെടുന്നതായിരിക്കും. നല്ല അടിപൊളി കറിയായിരിക്കും. സൂപ്പറായിരിക്കും. സൂപ്പർ ടേസ്റ്റുള്ള കറിയായി. സൂപ്പർ കറിയല്ലേ. ചോറിനും കപ്പയ്ക്കും ഒന്ന് പരീക്ഷിക്കണ്ടേ? ഉണ്ട്. ഓക്കെ, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ.